ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ വോട്ട് ജോലി മാത്രമല്ല നോട്ട് ജോലിയും നടക്കുകയാണ്. നോട്ട് ജോലി നടക്കുന്നു എന്നതിന് തെളിവ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ തന്നെ ഹാജരാക്കുന്നുണ്ട്. അടുത്ത കാലത്ത് CAG ധനകാര്യം സംബന്ധിച്ച പുറത്തിറക്കിയ റിപ്പോർട്ട് കേരളത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 25% മാത്രമാണ് കേന്ദ്രത്തിൻ്റെ വിഹിതം. 75% സംസ്ഥാനം സ്വന്തം നിലയിൽ കണ്ടെത്തുകയാണ്. രാജ്യത്തെ ശരാശരി എടുത്താൽ സംസ്ഥാനം കേന്ദ്രവിഹിതമായി 50% മുകളിൽ ലഭിക്കുമ്പോഴാണ് ഈ അവഗണന എന്നുള്ളത് നാം തിരിച്ചറിയണം. സർ, നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന മാസങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ കേന്ദ്രം തന്നെ അംഗീകരിച്ചു തന്ന കടപരിധിയിൽ നിന്നും 5,944 കോടി രൂപ വെട്ടിക്കുറച്ചു. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ ചെലവുകൾ ഏറ്റവും ഉയർന്നു നിൽക്കുമെന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവസാന മാസങ്ങളിൽ ഇങ്ങനെയൊരു പ്രഹരം നമുക്ക് തന്നത്. കേരളത്തോടുള്ള ഒരു ഇരട്ടടിയായിട്ടാണ് ഈ നടപടിയെ കാണേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട കത്ത് ലഭിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ കേന്ദ്ര ധനമന്ത്രിയെ ഡൽഹിയിലെത്തി നേരിൽ കണ്ട് സംസ്ഥാനത്തിൻ്റെ പ്രതിഷേധം അറിയിക്കുകയും നടപടി മരവിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്രം അത് ചെവിക്കൊണ്ടിട്ടില്ല. ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വരുമാനത്തിൽ നിന്നും അപ്രതീക്ഷിതമായി വെട്ടിക്കുറച്ചത് 17,000 കോടി രൂപയാണ്. ഇതിനൊക്കെ പുറമെയാണ് 2025-26 സാമ്പത്തിക വർഷം കേന്ദ്രം കൊണ്ടുവന്ന GST നിരക്ക് പരിഷ്കരണം 8,000 കോടി രൂപ വരെ വാർഷിക നഷ്ടം നമുക്കുണ്ടാക്കുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് ഈ നികുതി കുറവിൻ്റെ ഗുണം ലഭിക്കുന്നുമില്ല. ഫെഡറലിസം ഇന്ത്യയുടെ ആത്മാവ്. സർ, ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളാണ് കരുത്തുറ്റ ഒരു യൂണിയൻ്റെ നിർണായക ഘടകം. എന്നാൽ ഇന്ന് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ കവർന്നെടുക്കപ്പെടുകയാണ്. കേന്ദ്രത്തിൻ്റെ ഉപഗ്രഹങ്ങൾ പോലെ സംസ്ഥാനങ്ങൾ നിലകൊള്ളേണ്ടി വരുന്നു. കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകുന്ന വിഹിതം വാങ്ങി ഏറാൻ മൂളികളെ പോലെ സംസ്ഥാനങ്ങൾക്ക് ഉപജീവിക്കേണ്ടി വരുന്നു. സർ, വരും കാലത്ത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾക്ക് മേലുള്ള കേന്ദ്രത്തിൻ്റെ കടന്നുകയറ്റം സംബന്ധിച്ചുള്ളതായിരിക്കും. സർ, കേരളത്തോടുള്ള അതിഗുരുതരമായ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ നാടിൻ്റെ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ബജറ്റ് പ്രസംഗത്തിലൂടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്.